വയനാട് ചെന്നാലേ എവിടേക്കെങ്കിലും പോവാന്നാ അത് മോശമല്ലേ? മോശമൊന്നുമില്ല, അവനാൻ ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി. എന്നാലും നമ്മുടെ ഈ പോക്കും വരവൊക്കെ നമ്മൾ ലാസ്റ്റിലോട്ടാക്കി. എന്താന്ന് വെച്ചാല് നമ്മളെ ഫ്രണ്ട്സിനെ കത്തുന്നു. എന്താന്നറിയില്ല, ഓലില്ലാത്ത ഒരു ട്രിപ്പ് പോവാന്ന് വെച്ചാ അത് അലാസ്റ്റിക് ഇല്ലാത്ത അത് മാതിരിയാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പൂരിപ്പിക്കാം. അപ്പൊ എന്തായാലും കാണാത്ത സ്പോട്ട് തപ്പി തപ്പി നമ്മൾ അവസാനം സ്വർഗത്തിലോട്ടാണ് എത്തിക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നൊന്നര നരകം പോലെ എനിക്ക് തോന്നി. കാരണം അത്രക്കും വെയിലേനി. സംഭവം ഒറ്റ നോട്ടത്തിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബട്ട് ആ വെയിലത്ത് നിന്നിക്കാണ്ട് ഒരു ഭംഗി ആസ്വദിക്കാൻ അതിന് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫിഷിങ്ങും ചൂണ്ടിടാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അതിനുള്ള സജ്ജീകരണമൊക്കെ ഉണ്ട്. ഇവിടെ കയറിയിട്ട് ആകെ ഉപകാരപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. നമ്മൾ 4 പേരും ഈ വെർച്വൽ റിയാലിറ്റി അത് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ 3 പേരും ഈ ഒരു സംഭവം തിരഞ്ഞെടുത്തപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം ബോക്സിംഗ് ഒന്ന് ചെയ്യണം എന്നുള്ളത്. ഈ ട്രൈ ആക്കലിന്റെ ഒക്കെ ഭാഗമായിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് മനസ്സിലായത് നല്ല കയ്യും കാലും വേദന ഉണ്ട്. ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. എന്താന്നറിയില്ല, ജീരക സോഡക്ക് ആ പഴയ രുചിയൊന്നും കാണുന്നില്ല. ഈ ചിത്രങ്ങളൊക്കെ കണ്ടേ ഇതൊക്കെ ഉണ്ടോ ഇവിടെ നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട, കാരണം ഇതൊന്നും തുടങ്ങിയിട്ടില്ല. വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ ചുറ്റിപ്പറ്റാൻ നിന്നില്ല. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.